വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ പപ്പിയാണെങ്കിൽ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം സത്യ ഇവിടെ എത്തിയിട്ട് പപ്പിയെ കാത്തു നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ മേടിച്ചു കൊടുത്ത വളയും മാലയും കമ്മലും ഒക്കെ ഇട്ടാണ്, യൂണിഫോമൊക്കെ ഇട്ടാണ് സത്യ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ചോ എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിയതൊന്നുമല്ല, ഇതെനിക്ക് സത്യാമ്മ വാങ്ങിച്ചു തന്നതാണെന്നിങ്ങനെ സത്യ പറയുമ്പോൾ പപ്പിക്ക് വിഷമം തോന്നുന്നുണ്ട്. സത്യാമ്മയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഭാമ വീണ്ടും സത്യയെ കാണാനായിട്ട് സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഈ കുട്ടി അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയും വീണ്ടും നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. പപ്പി ശ്രദ്ധിക്കുന്നില്ല. അന്നേരം പപ്പിക്ക് ആകപ്പാടെ അങ്ങോട്ട് വിഷമാവുന്നുണ്ട്. അന്നേരം മാലയും വളയും ഒക്കെ സത്യാമ്മയാണ് വാങ്ങിച്ചു തന്നതെന്ന് അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി എന്നിങ്ങനെ സത്യ ഭാമയോട് പറയുകയാണ്. അന്നേരം അവരങ്ങനെ പറഞ്ഞോ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ സത്യാമ്മയാണ് വാങ്ങി തന്നതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖഭാവത്ത് നിന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. അന്നേരം ഭാമയ്ക്ക് ചെറുതായിട്ടൊരു ഭാവമൊക്കെ മാറുന്നുണ്ട്. അവർക്ക് അത് ഭാമ വീണ്ടും അവരുടെ മുന്നിൽ തോറ്റു എന്നൊക്കെ ഒരു പഴയ സ്വഭാവമൊക്കെ ഉണ്ട് ഭാമയ്ക്ക്. മൊത്തമായിട്ട് അങ്ങോട്ട് വിട്ടുപോയിട്ടില്ല, അത് കാണിക്കുകയാണ്. പക്ഷെ പപ്പി അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതേസമയം അവിടെ വീട്ടിലാണെങ്കിൽ ശ്യാമ ഇങ്ങനെ വിളക്കൊക്കെ കഴി വൃത്തിയാക്കി വെക്കുകയാണ്. അന്നേരം രോഹിത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ്, എല്ലാം കണ്ടും കേട്ടും തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് രോഹിത്ത് മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത്തിന് സംഭവം മനസ്സിലാവുന്നില്ല. പക്ഷേ ശ്യാമയ്ക്കാണെങ്കിൽ അവർ അധികപ്പറ്റാകുമെന്നുള്ള രീതിക്ക് തന്നെയാണ്. ഭാമയുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവരെ ശ്രദ്ധിക്കുന്നുമില്ല. ശാലിനി, വിഷ്ണു, സത്യ മാത്രമേ ഭാമയുടെ മനസ്സിലുള്ളൂ എന്ന് ശ്യാമയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള ആ ഒരു പ്രൊമോയിലാണെങ്കിൽ അവർ പിറ്റേന്ന് ആ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവും സത്യയൊക്കെ ആദ്യം എത്തുകയാണ്. അന്നേരം ആദ്യം ശാലിനി അവിടെ എത്തുന്നില്ല, നേരിട്ട് വിളിച്ചാൽ മാത്രമേ എത്തൂ എന്നല്ലേ പറഞ്ഞത്. പക്ഷെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പിന്നീട് ശാലിനിയാണെങ്കിൽ വണ്ടി വന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം അവർക്ക് എല്ലാവർക്കും അങ്ങോട്ട് സന്തോഷമാവുകയാണ്. ശാരദാമ്മയും ഒക്കെ ഉണ്ട്. തുടർന്ന് അവർ അകത്തേക്കൊക്കെ കയറുന്നുണ്ട്. അതിനുശേഷം സദ്യ കഴിക്കാനിരിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ വരുമ്പോൾ നീ വേറൊരു കസേരയിലേക്ക് വിഷ്ണു ഇരിക്കാൻ പോകുമ്പോൾ ഭാമ പറയുന്നുണ്ട്, നീ ശാലിനിയുടെ അടുത്ത് പോയിരിക്കുക, അവിടെ ഇല ഇട്ടിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു ആണെങ്കിൽ ഇരിക്കുന്നുണ്ട്. അവരിന്ന് സദ്യയൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം ഭാമയാണെങ്കിൽ ശാരദാമ്മയൊക്കെ വിളിച്ച് മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് വിഷ്ണുവിനും സത്യമോൾക്കും ശാലിനിക്കും ഒരുക്കിയിരിക്കുന്ന മുറി എന്ന് പറഞ്ഞ് അവരുടെ ആ പഴയ മുറി തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ചെന്ന് നോക്കുമ്പോൾ ചുവര് നിറയെ സത്യയുടെ ഫോട്ടോ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് സ്റ്റിക്കർ കണക്ക് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. അന്നേരം ഇത് കാണുമ്പോൾ ഹായ് എൻ്റെ ഫോട്ടോ എന്നും പറഞ്ഞ് സത്യ ഇതെല്ലാം ഇങ്ങനെ നോക്കി കാണുകയാണ്. ശാരദാമ്മയ്ക്ക് ആകെപ്പാടെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ശ്യാമ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം ഈ പപ്പിക്ക് ഇത് കണ്ടിട്ട് വിഷമാവുകയാണ്. അവിടെ സദ്യ കഴിക്കുമ്പോൾ ഭാമയാണെങ്കിൽ സത്യയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്. പപ്പിയെ ശ്രദ്ധിക്കുന്നില്ല, അതും അവിടെ ശ്യാമ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടി അകത്തേക്ക് കയറിയതിന് ശേഷവും ശ്യാമ രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്ത് ഒന്ന് ഓർത്ത് വെച്ചോ, ഇവിടെ ഞാനും പപ്പിയും രോഹിത്തും അധികപ്പറ്റായിട്ട് മാറും എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. പക്ഷെ രോഹിത്ത് അതത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. രോഹിത്ത് കൂടെ നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് ഇവർ ആ മുകളിലത്തെ മുറിയിലേക്ക് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ശ്യാമയ്ക്ക് ഒന്നുകൂടി അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ദേഷ്യമല്ല, അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആ ഒരു വിഷമമാണ് ഇങ്ങനെ ദേഷ്യമായിട്ട് വരുന്നത്. പക്ഷെ പപ്പിക്ക് ആകപ്പാടെ വിഷമവും സങ്കടവും ഒക്കെ അങ്ങ് കരയുന്ന വക്കിൽ നിൽക്കുകയാണ്. ഈ ഫോട്ടോയൊക്കെ കണ്ടിട്ട് പപ്പിയാണെങ്കിൽ സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ റൂമിലും ഫോട്ടോ ഒട്ടിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയുന്നില്ല. അവരിങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ വിഷമം അവിടെ എല്ലാവരും മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. അതെന്താണെന്നുള്ളത് കാണാം. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ വന്നിട്ടുള്ളത്. ഇത് മറ്റന്നാളത്തെ പ്രൊമോയിലുള്ളതാണ്. അവർ വീട്ടിലേക്ക് മാറുന്നത്. നാളത്തേതിൽ മാറില്ല. നാളത്തെ എപ്പിസോഡിൽ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ മറ്റന്നാൾ അവർ വീട്ടിലേക്ക് താമസം മാറുന്നതൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.